അനന്തപുരം ഡയറീസ് എന്ന സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസായി. ആ സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ജയ ജോസ് രാജാണ് ഇന്ന് സി മലയാളം ന്യൂസിനോടൊപ്പം ചേർന്നത്. നമസ്കാരം സർ. നമസ്കാരം. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു ഫെബ്രുവരി മാസം റിലീസാവുന്ന സിനിമകളെല്ലാം തന്നെ വിജയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സുവർണ്ണ കാലഘട്ടമാണ്. എല്ലാ സിനിമാ പ്രവർത്തകരും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു സമയത്താണ് അനന്തപുരം ഡയറീസ് റിലീസാവുന്നത്. സിനിമയിൽ ഇതുവരെയുള്ളൊരു പ്രതികരണങ്ങൾ ഇപ്പോൾ 3-4 ദിവസമായല്ലോ. സിനിമയുടെ ഇതുവരെയുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? തിയേറ്ററുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുടുംബ പ്രേക്ഷകർ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മിക്കവാറും തിയേറ്ററുകളിൽ നല്ല കളക്ഷനുണ്ട്. കൂടാഞ്ഞിട്ട് വളരെ സമൂഹത്തിലുള്ള പ്രഗത്ഭരായ പലരും വന്ന് സിനിമ കണ്ടിട്ട് ഇത് ആനുകാലിക പ്രസക്തിയുള്ള പല വിഷയങ്ങളും ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം എൻ്റർടൈൻമെൻറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുടുംബ പ്രേക്ഷകർക്ക് നന്നായി ഇഷ്ടപ്പെടാനും അതുപോലെ തന്നെ യുവജനങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ ഷോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട് ഈ സിനിമ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് കമാൽ പാഷ സിനിമ കണ്ടിട്ട് ഒരു പ്രതികരണം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് സിനിമ സംസാരിക്കുന്നൊരു വിഷയമുണ്ടല്ലോ, ദുരുപയോഗം ചെയ്യുക, പോക്സോ കേസ് ഉൾപ്പെടെയുള്ളത് ദുരുപയോഗം ചെയ്യുക എന്നത് സംബന്ധിച്ചൊരു വിഷയത്തെക്കുറിച്ച് ഇതിൽ മനോഹരമായി എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാചകം. ആ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട്? കാരണം നമ്മൾ പോക്സോ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് കുട്ടികൾ ഒരു കാരണവശാലും പീഡിപ്പിക്കപ്പെടരുത്, പീഡിപ്പിക്കപ്പെട്ടാൽ കഠിനമായ ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ നിയമത്തിൻ്റെ പോരായ്മ കൊണ്ടായിരിക്കത്തില്ല, പക്ഷേ പലപ്പോഴും അതിനെ ദുരുപയോഗം ചെയ്യുന്നു. വലിയ ആൾക്കാർ തമ്മിലുള്ള വിരോധം തീർക്കാനായിട്ട് കുട്ടികളെ ഒരു കരുവാക്കി നിരപരാധികളെ ശിക്ഷിക്കപ്പെടുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ധാരാളം കാണുന്നുണ്ട്. എത്രയെങ്കിലും പേര് നിരപരാധികൾ ജയിലിൽ അടയ്ക്കപ്പെടുന്നു, അപ്പോൾ ആത്മഹത്യ ചെയ്ത കേസുകളുണ്ട്. അപ്പോൾ അതൊരു സാമൂഹിക വിപത്തായിട്ട് മാറിക്കഴിഞ്ഞു. അത് മുമ്പ് ഈ പറഞ്ഞ മറ്റേ ഫാമിലി ആക്റ്റും അതുപോലെ ദുരുപയോഗം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പോക്സോ ആക്ടിനെയും ദുരുപയോഗം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു നിരപരാധി എങ്ങനെയാണ് കുടുങ്ങപ്പെടുന്നത്, അത് അവൻ ജയിലിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു പരിച്ഛേദം, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ ഒരു പരിച്ഛേദം വളരെ ഗൗരവമായും എന്നാൽ ആൾക്കാർക്ക് മനസ്സിലാകുകയും അത് എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ ആ ഒരു വിഷയത്തെ കൈകാര്യം നമ്മുടെ മലയാള സിനിമ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ല. അപ്പോൾ അത് കമാൽ പാഷ സാറിന് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ രണ്ട് വശവും, അതായത് കുട്ടികൾ ഒരിക്കലും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതും അതേസമയം ആ നിയമം ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്ത് നിരപരാധികൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ നിയമവ്യവസ്ഥയുടെ തന്നെ ഒരു കാതലെന്ന് പറയുന്നത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നുള്ളതാണ്. പക്ഷേ ആ നിയമത്തിൽ പെൺകുട്ടി കൊടുക്കുന്ന മൊഴിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു 2/3 മൊഴി സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് കൊണ്ട് ചിലപ്പോൾ നിരപരാധികൾ അകത്തു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സമൂഹ മധ്യത്തിലും ലീഗൽ ഫ്രട്ടേണിറ്റിയിലും അവതരിപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ സിനിമയിലെ ഒരു ഘടകം. അല്ല, അങ്ങനെ ഒരു വിഷയം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എതിരഭിപ്രായം വരാനൊരു സാധ്യത കാണുന്നില്ല. കാരണം ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരു വിഷയം സംസാരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പോക്സോ കേസ് ദുരുപയോഗം ചെയ്യപ്പെടുക, പ്രത്യേകിച്ച് പോക്സോ പോലൊരു അങ്ങനൊരു ശിക്ഷ വരുമ്പോഴേക്കും അത് നടപ്പിലാക്കുക, അല്ലെങ്കിൽ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത് സംബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ ശിക്ഷ വിധിക്കുക എന്നുള്ളതാണ്. ആ കേസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടൊരു സിനിമ എടുക്കാനുള്ള ആ ഒരു പോയിന്റ് എങ്ങനെയാണ് വരുന്നത്, തീരുമാനം എങ്ങനെയാണ് വരുന്നത്? അതായത് പലപ്പോഴും ഈ നിയമത്തിൻ്റെ കുറ്റമല്ല, പക്ഷെ നിയമം നടപ്പിലാക്കപ്പോൾ വരുന്ന ചില പ്രശ്നങ്ങളാണ്. നമുക്ക് ഒരു പെൺകുട്ടി എന്തെങ്കിലും പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനെ നമ്മൾ കാണുന്നത് വേറൊരു രീതിയിലാണ്. അത് റോങ്ലി ഇംപ്ലിക്കേറ്റഡ് ആണോ എന്ന് നമ്മളപ്പോൾ ചിന്തിക്കുന്നില്ല. പോലീസ് പിടിച്ചുകൊണ്ട് പോയാൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അവന് ഇറങ്ങി നടക്കാൻ പറ്റാതാവും. അപ്പോൾ അവനെ വേറൊരു രീതിയിലാണ് കാണുന്നത്. അവൻ ചിലപ്പോൾ ഒരു കുറ്റവും ചെയ്യാത്തതായിരിക്കാം. പക്ഷെ അങ്ങനെ എന്തായാലും ഒരു നിരപരാധിയാണ് ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നത്. അവൻ്റെ ജീവിതം, അവൻ പോക്സോ കേസിൽ നിന്ന് അവൻ വിടുതൽ തേടി ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ പോലും അവനെ കാണുന്നത് മറ്റൊരു കണ്ണുകൊണ്ടാണ്. ആ ഒരു നിരപരാധി അനുഭവിക്കുന്ന വേദനയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെയാണ്
ഒരിക്കലും ഒരു കുട്ടികൾ പീഡിപ്പിക്കപ്പെടരുത്, അവരെ ദുരുപയോഗം ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായി ഈ സിനിമയിൽ പറയുന്നുണ്ട്. ദുരുപയോഗം കുറയ്ക്കണം, അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തത് കൊണ്ട് നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിലേക്ക് അതിൻ്റെ പ്രോസസ്സുണ്ട്. നമ്മൾ ഒരു മൊഴി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രതിയെ പിടിക്കുന്നു, പ്രതിക്ക് ജാമ്യം കിട്ടാതാവുന്നു, പിന്നെ അവൻ ജയിലിൽ അടയ്ക്കപ്പെടുന്നു, ജയിലിലും പോലീസ് സ്റ്റേഷനിലും അവൻ അനുഭവിക്കുന്ന പീഡനം. അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ സമൂഹം ബോധവാന്മാരാവണം, അല്ലെങ്കിൽ നീതിപീഠവും അതിനെപ്പറ്റി ജാഗരൂകരാകണം. ഇതിൻ്റെ ഒരു പ്രോസിക്യൂഷൻ്റെ വഴികളിലുള്ളവരും പ്രത്യേകിച്ച് പോലീസ് അങ്ങനെയുള്ളവരും അത് കള്ളക്കേസാണോ എന്ന് ഒരു ജാഗരൂകരാകണം എന്നുള്ള ഒരു സന്ദേശമാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അത് ഒരിക്കലും വെള്ളപൂശുകയല്ല. ഇപ്പോൾ പോക്സോ കുറ്റവാളികളെ വെള്ളപൂശലോ ഒന്നുമല്ല, അങ്ങനെ ഒരു സംഭവമില്ല. കൃത്യമായിട്ട് കുറ്റവാളികൾക്ക് കൃത്യമായി നിയമം അനുശാസിക്കുന്ന കഠിന ശിക്ഷ തന്നെ നൽകണം. പക്ഷേ കുറ്റവാളികളല്ലാതെ റോങ്ലി ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന ധാരാളം കേസുകൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു അറിവ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള കേസുകളെ കുറിച്ചുള്ള സ്റ്റഡി താങ്കൾ ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പും അത് എത്രമാത്രം ഉണ്ടെന്നും ഒക്കെ ഒരു കണക്ക് ഉണ്ടായിരുന്നോ? മനസ്സിലായി. ഞാൻ നന്നായി റിസർച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ റോങ്ലി ഇംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ പോയി കണ്ടിരുന്നു. അതിൽ അന്ന് ഷോയ്ക്ക് തന്നെ ഒരാൾ വന്നിരുന്നു, കമൽ പാഷ. അത് ഞങ്ങൾ അറിയാതെ വന്നതാണ്. പുള്ളി കണ്ടിട്ട് പറഞ്ഞു, ഞാൻ കണ്ണൂരുള്ള ഒരു അധ്യാപകനാണ്, ഞാൻ കുറേ നാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്, എന്നെ ഇങ്ങനെ മറ്റ് സഹ അധ്യാപകരുമായിട്ടുള്ള വിരോധം കാരണം എന്നെ പിടിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ എറണാകുളത്ത് ഞാനൊരു 4 നിരപരാധികളെ ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട 4 പേരെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ലൈഫ് മനസ്സിൽ വെച്ചിട്ടാണ് ഈ കഥ എഴുതിയത്. ഇത് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ ഈ പോക്സോ നിയമം വന്നത് 2010-കളിലാണെങ്കിലും ഇതിപ്പോൾ പോക്സോ കേസുകളും പോക്സോ കോടതികളും വന്ന ഈ അടുത്ത കാലത്താണ്, ഒരു 1-2 വർഷങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും കേസുകൾ ധാരാളമായി വർദ്ധിച്ചു. മുമ്പ് അത് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതായിരിക്കാം, പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ കേസുകൾ എന്തോ ധാരാളം വർദ്ധിക്കുകയും അതിൽ നിന്നും അതിനെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ തോതും വർദ്ധിച്ചു വരുന്നു. അതിങ്ങനെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിരപരാധികൾ ധാരാളം പേര് ക്രൂശിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നേക്കാം. അത് ശരിക്കും റിയൽ ലൈഫിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിലേക്ക് പോകുന്നത്. സിനിമയിൽ ഇഷ്ടപ്പെട്ടൊരായിരുന്നു ഈ സ്ത്രീകളുടെ സ്വപ്നത്തെ അടിച്ചമർത്തുന്നതിനെക്കുറിച്ച്. അതിന് ഇപ്പോൾ ആർക്കാണ് അവകാശം എന്നത് സംബന്ധിച്ച് നമുക്ക് ആ മീനയുടെ ഒരു ഇൻട്രൊഡക്ഷനിലും ആ ഒരു 10 മിനിറ്റിലെ ആ ഒരു ബേസിൽ തന്നെ അത് മീനയെക്കുറിച്ച് ജാഫർ ഒരു സീനിലൊക്കെ വ്യക്തമാകുന്നുണ്ട്, ആ ഒരു ഡയലോഗിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ തന്നെ. ഈ സിനിമയ്ക്കകത്ത് ആ ഒരു വിഷയവും കൂടി സംസാരിക്കപ്പെടുന്നത്. ആ വിഷയം മാത്രമല്ല, മറ്റൊരു വിഷയത്തിലേക്ക് ഞാൻ വരാം. അപ്പം അങ്ങനെയുള്ളൊരു അടിച്ചമർത്തൽ, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോഴും ഒരു പ്രായമായൊരു സ്ത്രീ വീണ്ടും കോളേജിൽ പോയി റീഅഡ്മിഷൻ എടുക്കുക, അങ്ങനത്തെ ഉള്ള ഇപ്പോഴും സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഒരു അങ്ങനെ ഒരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോഴും സൊസൈറ്റി എടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് താങ്കളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു വിമൻ എംപവർമെൻറ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബശ്രീയൊക്കെ കുറച്ച് പ്രായമായ ആൾക്കാരും വീണ്ടും ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു കാരണമായിട്ടുണ്ട്. തീർച്ചയായിട്ടും മുമ്പൊക്കെ ആണെങ്കിൽ ഒരു ഡൈവോഴ്സായി, അല്ലെങ്കിൽ ഒരു അസുഖം വന്നു, ഒരു 40 വയസ്സായി, ഇനി എന്തിനും ലൈഫ് ഇങ്ങനെ അങ്ങ് ഈ ജന്മം കഴിയുക എന്നുള്ളൊരു അവസ്ഥയാണ് ഉള്ളത്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് നമ്മൾ നമ്മുടെ സിനിമ ബിഗിനിങ്ങിൽ. പക്ഷേ അതല്ല, എൻ്റെ ലൈഫിൽ ഒരു ലക്ഷ്യമുണ്ട്, എനിക്ക് ഒരു ഗോളുണ്ട്, എൻ്റെ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ആ ആഗ്രഹങ്ങൾ ഈ ജന്മത്തിൽ തന്നെ ചെയ്യണം. അതിന് വയസ്സോ അല്ലെങ്കിൽ ബാക്കി സാമൂഹിക പ്രതിബന്ധങ്ങളോ ഒന്നും എനിക്ക് തടസ്സം നിൽക്കരുത്. ഞാൻ ഇറങ്ങിത്തിരിച്ചാൽ എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ബോധം ഈ ക്യാരക്ടറിലൂടെ നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും നൽകുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. നമ്മുടെ ആഗ്രഹം ഈ ജന്മത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ആഗ്രഹത്തിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് പ്രതിബന്ധം വന്നാലും, എന്ത് തടസ്സങ്ങൾ വന്നാലും, ജീവിതത്തിൽ എന്ത് ദുരന്തങ്ങൾ വന്നാലും അതിനെ നേരിടുക. ആദ്യം ആൾക്കാർ കളിയാക്കും, ചിരിക്കും, തടസ്സങ്ങൾ പറയും. പക്ഷെ നമ്മൾ ഒരു
വഴി തിരഞ്ഞെടുത്ത് അതിലേക്ക് മുന്നോട്ട് പോയാൽ സമൂഹം നമ്മുടെ പുറകെ വന്നോളും. ആ ഒരു യാഥാർത്ഥ്യം നമ്മുടെ അമ്മമാർക്കും നമ്മുടെ സഹോദരിമാർക്കും കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഈ സിനിമ എടുക്കുമ്പോഴും ഉണ്ടായിരുന്നു. അത് ഈ മീന അഭിനയിച്ച നന്ദിനി എന്നുള്ള ക്യാരക്ടറിലൂടെ നമ്മൾ കാണിക്കുന്നത്. അവർക്കൊരു വക്കീലാവുക എന്നുള്ളതാണ്. ഒരു സക്സസ്ഫുൾ വക്കീലായി അവരവസാനം മാറുന്നത്. അതിനൊന്നും തടസ്സം, മുമ്പിലുള്ള തടസ്സങ്ങളൊക്കെ അവർ മാറ്റുന്നുണ്ട്. എന്നിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരത്തിനെതിരായി നിയമപരമായി തന്നെ പോരാടി അവരുടെ ലക്ഷ്യം കണ്ടെത്തുന്നു എന്നുള്ളതാണ് വിമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് ഈ സിനിമയിലൂടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ മീന എങ്ങനെയാണ് ഈ ഓപ്ഷനായിട്ട് വന്നത് ആക്ച്വലി? കാരണം മീന ഇങ്ങനെ മലയാളത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ലീഡിങ് റോളുകളൊക്കെ പ്രധാന ലീഡായിട്ട് ഇപ്പം ദൃശ്യമാവട്ടെ അല്ലെങ്കിൽ മുന്തിരിവള്ളികളാവട്ടെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മീനയിൽ സെൻട്രിക് ആയിട്ടാണല്ലോ ഈ സിനിമ പോകുന്നത്. മീനയുടെ ഒരു ആംഗിളിൽ നിന്നാണല്ലോ സിനിമ പോകുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് കാസ്റ്റിങ്ങിൽ? കാരണം പല നായികമാരെയും ഞങ്ങളിങ്ങനെ ആലോചിച്ചു, അവർ ചെയ്തിട്ടുള്ള റോളുകളെല്ലാം നോക്കി. അപ്പോൾ മീന എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ മലയാള ഫിലിമിൽ നോക്കിയാൽ ഒരു നായകൻ്റെ ഒരു നിഴലായി ഒരു നായികയായി വരുന്ന എന്നുള്ളതാണ്. ഭാര്യ, അമ്മ, അങ്ങനെ വരുന്ന റോളുകളാണ്. പക്ഷെ അവരുടെ കരിയർ, അവരുടെ മൊത്തം എടുത്ത് നോക്കിയപ്പോൾ അവർ കോളേജ് വിദ്യാർത്ഥിനിയായിട്ട് അഭിനയിച്ചിട്ടില്ല, വക്കീലായിട്ട് അഭിനയിച്ചിട്ടില്ല. അങ്ങനെ സമൂഹത്തിൽ ഒരു കാമുകി, ഒരു ഭാര്യ, ഒരു അമ്മ എന്നുള്ള റോള് വിട്ട് സമൂഹത്തിലെ ഒരു ജീവിയായിട്ട്, കുടുംബത്തിലെ ഒരു ജീവിയായിട്ട് നമ്മൾ കണ്ടു. സമൂഹത്തിലെ ഒരു ജീവിയായിട്ട് നമ്മൾ ഒരു ഫിലിമിൽ, തമിഴിലായാലും തെലുങ്കിലായാലും മലയാളത്തിലായാലും കണ്ടിട്ടില്ല. അപ്പോൾ അത് അവർക്കൊരു വെറൈറ്റി ഉണ്ടാവും എന്ന് വിചാരിച്ചു. അതനുസരിച്ചിട്ട് മറ്റ് നായികമാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്കൊരു അപ്പീലുണ്ട്. അവരൊരു സാമൂഹിക വിഷയം അവതരിപ്പിക്കുകയാണെങ്കിൽ, അവരതിനു വേണ്ടി നിൽക്കുകയാണെങ്കിൽ അത് പ്രേക്ഷകന് ഇഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടുകൂടെയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഈ സിനിമയിൽ ഈ നന്ദിനി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു കോളേജ് വിദ്യാർത്ഥിനിയായിട്ടുണ്ട്, അതേപോലെ ഒരു അഭിഭാഷകയായിട്ടുണ്ട്. അത് അവരുടെ അഭിനയ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോളേജ് വിദ്യാർത്ഥിയായിട്ട് ചെയ്യുന്നത്, ഒരു അഭിഭാഷകയായിട്ട് ചെയ്യുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ അഭിനയത്തിലെ കരിയറിലെ 40ാമത്തെ വർഷമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം തമിഴിൽ അവരാഘോഷിച്ചു, വലിയ ആഘോഷമായിട്ട് നടന്നു. ഉൾപ്പെടെയുള്ളവർ വന്നു. അപ്പോൾ മലയാള സിനിമയിൽ അവർ ധാരാളം റോളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലയാള സിനിമയ്ക്ക് ഈ അവരുടെ അഭിനയ ജീവിതത്തിൻ്റെ 40ാം വർഷത്തിൽ കൊടുക്കാവുന്ന ഒരു ഉപകാരമായിട്ടാണ് അവർ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഈ 2 റോളുകൾ ഉള്ള ഒരു വേഷം നമ്മൾ അവരിലേക്ക് എത്തിച്ചേരുന്നത്. ഇതെങ്ങനെ എത്തിച്ചേരുന്നത്? മീനയോട് കഥ പറയാനും ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഒരു കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഈ ഫിലിമിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ശശി ഗോപാൽ നായർ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ് നിർമ്മാതാവ്. അപ്പോൾ അദ്ദേഹം സജസ്റ്റ് ചെയ്തു ഈ മീന ചെയ്യുകയാണെങ്കിൽ ഈ റോള് നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെയാണ് മീനയോട് ഫോൺ വിളിച്ച് അപ്പോയിൻമെൻറ്റ് വാങ്ങുന്നത്. പിന്നെ ഒരു ദിവസം എന്നോട് പോയി കഥ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നൈയിൽ പോയി കഥ പറഞ്ഞിട്ട് അവരൊരു 5 മിനിറ്റ് കേട്ടിരുന്ന് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പൂർണ്ണ സഹകരണമായിരുന്നു. പിന്നെ ഫിലിമിൽ ഷൂട്ടിങ്ങിന് വരുമ്പോഴും എല്ലാം അവർ വളരെ ഹാപ്പിയായിട്ട് ഈ ഒരു ഡിഫറൻറ്റ് റോളായതുകൊണ്ട് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായി ചെയ്തു. ഇതിൻ്റെ കാസ്റ്റിംഗ് പിന്നെ ശ്രീകാന്ത് വരുന്നുണ്ട്, പിന്നെ അതിനുശേഷം ബിഗ് ബോസിൽ തന്നെ അഖിലും സൂരജും ഉണ്ട്, പിന്നെ റോഷനുണ്ട്, പിന്നെ കുറച്ച് ഇൻസ്റ്റഗ്രാമിൽ തന്നെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ്. ഈ കാസ്റ്റിംഗ് തീരുമാനിക്കപ്പെടുന്നത് എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഈ കോളേജ് വിദ്യാർത്ഥികളൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് നോൺ ഫേസസ് ആയിരിക്കണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. അതോ എന്നാൽ അത്യാവശ്യം കുറച്ച് പുതിയ ആളുകൾക്ക് കൂടി അവസരം കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു കാസ്റ്റിംഗ് തീരുമാനിക്കപ്പെട്ടത്? ഇത് മനസ്സിൽ ഉദ്ദേശിക്കപ്പോൾ ശരിക്കും എമിനൻ്റ് ആയിട്ടുള്ള കുറേ ആർട്ടിസ്റ്റ്, കുറച്ച് ന്യൂ കമേഴ്സ്, ന്യൂ ഫേസസ്. അപ്പോൾ ഈ ലൈഫായാലും ജീവിതമായാലും കോളേജായാലും എല്ലാം ഒരു അമാൽഗമേഷനാണല്ലോ, എല്ലാവരും ഒരു മിക്സഡ് ആണല്ലോ. അതുകൊണ്ടാണ് പല ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫിൽ നിന്നുള്ള ഒരു ആൾക്കാരെ തന്നെ നമ്മൾ എടുത്തത്. നോൺ ഫേസസ് ധാരാളമുണ്ട്. അതുപോലെ തന്നെ വേറെ രംഗങ്ങളിൽ ഇപ്പോൾ പോലീസായിട്ട് റിയൽ പോലീസുകാരുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഓഡിഷൻ നടത്തിയിട്ട്
ഇന്ന ആൾക്ക് ടാലൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞവരെ നമ്മൾ എടുക്കായിരുന്നു. ഇതിൽ റോഷൻ പുതുമുഖ നിരയിൽ റോഷനും അഭിഷേകും ഒഴിച്ച് ബാക്കി എല്ലാവരും ഓഡിഷൻ വഴി വന്നവരാണ്, ഓഡിഷൻ നടത്തി വന്നവരാണ്. അപ്പോൾ അതിൽ ടാലൻ്റ് ഉണ്ട് ഹരിയായിട്ടുണ്ട്. അപ്പം പുള്ളിയെ നമ്മൾ ഒരു ഓഡിഷനിൽ ഒരു പ്ലാറ്റ്ഫോമിൽ വിളിച്ചില്ലെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് ഒരു സീൻ അയച്ചു കൊടുത്തിട്ട് അയാളോട് ചെയ്ത് അയക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അയാളെ റൂമിൽ വിളിച്ചിട്ട് നമ്മുടെ സ്ഥലത്ത് വിളിച്ചിട്ട് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്തതാണ്. അപ്പോൾ നമ്മൾ അവരുടെ വേറെ ടാലൻസ് നോക്കിയല്ല, ശരിക്കും പല ഫീൽഡിൽ നിന്നും സിനിമയിലേക്ക് ആൾ വേണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു രീതിയിലെടുത്തതാണ് ഈ ആൾക്കാരെ. ഈ സിനിമയിൽ പ്രധാനപ്പെട്ടതായി മറ്റൊരു കാര്യം പറയുന്നത്, പ്രത്യേകിച്ച് ക്ലൈമാക്സോട് എടുക്കുമ്പോൾ സംസാരിക്കുന്ന ഒരു കാര്യം പാരൻറ്റിങ്ങിൻ്റെ വിഷയത്തെക്കുറിച്ചാണ്. ഇപ്പം ആ ഒരു സീനിൽ, ക്ലൈമാക്സ് അല്ല ഞാൻ പറയുന്നത്, അതിന് പ്രിയമായിട്ട് വരുന്നൊരു സീനിനകത്ത് പറയുന്നത്, ഇപ്പം ഗിറ്റാറിൻ്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പൈസ ഇട്ടേക്കാം എന്നാണ് അച്ഛൻ പറയുന്നത്. പക്ഷേ അവിടെ മകൻ പറയുന്നൊരു കാര്യം സ്നേഹത്തിനെ കുറിച്ചാണ്. അപ്പം സാമ്പത്തികപരമായി നോക്കുന്നില്ല എന്നുള്ളതല്ല അവിടെ പരാതി, അവിടെ അല്ലാതെ നോക്കുന്നതിനെ കുറിച്ചാണ്. അപ്പം ആ ഒരു ആംഗിളും കൂടി ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം പലരും ഇപ്പോൾ സംസാരിക്കുന്ന കാര്യം പൈസ ഉണ്ടെങ്കിൽ പിന്നെ വിഷയമില്ലല്ലോ എന്നൊരു വിഷയം കൂടി വരുന്നുണ്ട്. അല്ലാതെ ഈ ഒരു ആംഗിളും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ അല്ലെങ്കിൽ കമ്പാരിസൺ ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമായിട്ടും കൂടി സിനിമ ഉന്നയിക്കുന്നില്ലേ? അതെ, അതായത് നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സംഭവമല്ല. ഇപ്പോൾ സ്റ്റുഡൻസിനായാലും പാരൻസ് ധാരാളം കാശ് കൊടുക്കുന്നുണ്ട്. പക്ഷേ കിട്ടാതെ വരുന്നത് അവരുമായിട്ട് ചിലവഴിക്കുന്ന, പാരൻസുമായിട്ട് ചിലവഴിക്കുന്ന ഒരു സമയം, അവരുമായിട്ടുള്ള ഒരു മിങ്കിളിങ്, അവരുമായിട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക്, അതാണ് കിട്ടാതെ വരുന്നത്. ഇപ്പോൾ ഇതിലെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വളരെ പ്രശസ്തനായ അഭിഭാഷകനാണ്. അതിൻ്റെ തിരക്കിലേക്കും അതിൻ്റെ ജാടകളിലേക്കും തന്നെ സമൂഹത്തിൽ വലിയൊരാളായിട്ട് കാണിക്കാനുള്ളൊരു വ്യഗ്രതയിൽ മകൻ ഇങ്ങനെ സൈഡിലൂടെ വളർന്നോളും എന്ന് വിചാരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഭാര്യ സൈഡിലൂടെ ഇങ്ങനെ ജീവിച്ചോളും എന്ന്. ഞാൻ എൻ്റെ ഒരു ഓറ മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളത് കവിഞ്ഞിട്ട് എൻ്റെ മകനോ എൻ്റെ ഭാര്യയോ ഞാൻ കെയർ ചെയ്യുന്നില്ല, അവരെന്നോടൊപ്പം ഇങ്ങനെ നടന്നോളൂ എന്നുള്ളത്. അതല്ല, ഓരോ വ്യക്തിക്കും അവൻ്റേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അവന് കെയർ വേണം, അവന് സ്നേഹം വേണം, അവൻ്റെ സമയം ഒരു എഫക്റ്റീവായിട്ട് പാരൻസുമായിട്ട് ചിലവഴിക്കാനുള്ള ഒരു അവസരം വേണം. അത് കൊടുക്കാതിരുന്നാൽ പലതും അവനിൽ നിന്നുണ്ടാകുന്ന അവൻ്റെ മാനസികാവസ്ഥ മൂലം അവൻ വീട്ടിൽ കാണിക്കുന്ന പ്രശ്നങ്ങൾ, അവൻ പഠിക്കുന്നിടത്ത് കാണിക്കുന്ന പ്രശ്നങ്ങൾ, അവൻ സമൂഹത്തിൽ കാണിക്കുന്ന പ്രശ്നങ്ങൾ, അതൊരു സാമൂഹിക വിപത്താവ് മാറിയേക്കും എന്നുള്ള ഒരു സൂചന കൂടെയാണ് നമ്മൾ അതിലൂടെ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. വിദ്യാർത്ഥികൾക്കിടയിൽ ഈ മയക്കുമരുന്ന് ഉപയോഗവും ലഹരിയും അതും സംസാരിക്കപ്പെടുന്നുണ്ട്. അതിലൂടെയാണല്ലോ ഈ കേസിലേക്കും വഴിവെക്കുന്നത്. നമ്മൾ എത്ര വർഷങ്ങളായാലും എത്ര കാര്യങ്ങളോട് സംസാരിച്ചാലും തീരാത്തൊരു വിഷയമാണിത്. അത് എപ്പോഴും നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും അതിനകത്തൊരു ഫ്രഷ്നെസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല വർഷങ്ങളായിട്ട് നമ്മൾ പല കണ്ടൻറ്റുകളിലും ഈ കാര്യം സംസാരിക്കുന്നുണ്ട്. അത് സാറിന് അറിയായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിലേക്ക് വരുമ്പോഴേക്കും ഇത് എങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ വെച്ചിട്ട് തന്നെയാണോ ഇതിലേക്ക് പ്രൊസീഡ് ചെയ്തിരുന്നത്? ഈ ലഹരി കാണിക്കണമെങ്കിൽ അതെങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് അത് നമ്മൾ എത്ര നിർത്താൻ ശ്രമിച്ചിട്ടും അത് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ഈ ലഹരിയുടെ കാര്യം പറയുകയാണ്. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഈ ലഹരി എന്താണ്, അല്ലെങ്കിൽ ഏത് ലഹരി പദാർത്ഥം നമ്മൾ സിനിമയിൽ കാണിക്കണം, അത് എങ്ങനെ കാണിക്കണം എന്ന് ഉള്ളതിനെ പറ്റിയിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയോട് നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ളവരോട് തന്നെ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഇത്. അതൊരു വലിയൊരു സംഭവമല്ല, എല്ലാവർക്കും അത് കോമൺ ആണ്. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നത് കോമൺ ആയിട്ട് മാറിയിരിക്കുന്നു. അത് കോളേജിലൊക്കെ കോമൺ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് അതിനെ ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് നമ്മൾ അവതരിപ്പിച്ചാലും അത് ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ തോന്നാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ വളരെ കൂടുതലുമാണ്. അത് നമ്മൾ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ യഥാർത്ഥമായി തന്നെ ആണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ടല്ല നമ്മൾ പറയുന്നത്. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ അത് എങ്ങനെയൊക്കെ നമ്മളെ കൊണ്ടുപോകും, അത് സമൂഹത്തെ എങ്ങനെയൊക്കെ ബാധിക്കും, അത് നമ്മളെ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരെ മാത്രമല്ല, അത് മറ്റുള്ളവരെ, നമുക്ക് വേണ്ടപ്പെട്ടവരെ, നമ്മുടെ പാരൻസിനെ,
നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിലാണ് നമ്മൾ ലഹരി അവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ മീനയുടെ ഫസ്റ്റ് സീൻ തന്നെ ഏകദേശം ഒരു റാഗിങ് പോലത്തെ റാഗിങ് പോലെയല്ല, റാഗിങ് തന്നെയാണ് ആ ഒരു സീൻ നടക്കുന്നത്. ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നതും വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലാണ്. സിദ്ധാർത്ഥിൻ്റെ മരണം നടന്ന അതേ കോളേജിൽ തന്നെയാണ്. അപ്പം അവിടെയും ഞാൻ പറയുന്ന ആ റാഗിങ് ഞാൻ ഇവിടെ പറയാൻ കാരണം അങ്ങനെ ഒരു ആൾക്കൂട്ട മരണം അല്ലെങ്കിൽ കൊലപാതകമാണ് സിദ്ധാർത്ഥിൻ്റെ എന്ന് പറയുന്നത് നടക്കുന്നത്. അപ്പോൾ അതും റാഗിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. ആൻറ്റി റാഗിങ് സ്ക്വാഡിൽ കേസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റാഗിങ് കോളേജിൽ പ്രധാനപ്പെട്ടതായി നടക്കുന്ന ഈ റാഗിങ് അതേ കോളേജിൽ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു അവിടെ പ്രത്യേകിച്ച് ആ കോളേജിൽ പോകുമ്പോഴേക്കും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് വിദ്യാർത്ഥികളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയായിരുന്നു അവിടുത്തെ ഉള്ള കോളേജിൻ്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു? വളരെ ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ചില നമ്മൾ സാങ്ഷൻ കിട്ടുന്നതിനും പിന്നെ അത് സ്മൂത്തായിട്ട് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്ന ഷൂട്ടിങ് നടക്കുന്നതിനൊക്കെ നമ്മൾ അവിടുത്തെ ഉള്ള യൂണിയൻ നേതാക്കളുമായിട്ടും നമ്മൾ ഡീനുമായിട്ടും ബാക്കി VC-യുമായിട്ടെല്ലാം സംസാരിച്ചിരുന്നു. അവരെല്ലാം വളരെ കോപ്പറേറ്റീവ് ആയിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഞെട്ടലാണ് ഉണ്ടാകുന്നത്. കാരണം നിങ്ങളും അതിന് പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയതാണല്ലോ ഇപ്പോൾ അണിയറ പ്രവർത്തകർ ഉൾപ്പെടെ. അതെ. കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ആ കോളേജിൽ നിന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ശരിക്കും ഒരു ഞെട്ടൽ തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. കാര്യം അങ്ങനെ വന്ന് നമുക്ക് ആ കോളേജിൽ അങ്ങനെ ഒരു സംഭവം നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഒരു റാഗിങ് ഉണ്ട് എന്നൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അറിയുന്നത് നമ്മൾ സിനിമയിൽ കാണിച്ച പല സംഭവങ്ങളുടെയും ഒരു ഇത് അതിനേക്കാൾ കൂടുതൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അവിടെ ഷൂട്ട് ചെയ്തതാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പല പ്രേക്ഷകരും വിളിച്ച് എന്നോട് പറഞ്ഞു. ഇങ്ങനെ നിങ്ങൾ അവിടെ എന്തെങ്കിലും നടന്നത് അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോയത് എന്ന് ചോദിച്ചു. പക്ഷെ അങ്ങനെ ഇല്ലായിരുന്നു. എന്തോ യാദൃശ്ചികമായി നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമയുടെ കഥയും ഇതുമായിട്ട് ചില കാര്യങ്ങളിൽ താരതമ്യം വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ കോളേജിൽ ഇതൊക്കെ നടന്നോ, ഇങ്ങനെയൊക്കെ നടന്നോ ഒരു അത്ഭുതം എനിക്കിപ്പോഴും ഉണ്ട്. ഈ കോളേജ് ഡീനും അഡ്മിനിസ്ട്രേറ്റീവ് ഒക്കെ ആയിട്ടിരുന്ന ഷൂട്ടിംഗ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നതാണല്ലോ. സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിക്കപ്പോഴും പിന്നെ എനിക്ക് തോന്നിയത് കുറച്ച് അവർ ഷൂട്ടിങ്ങിന് സ്വാഗതം ചെയ്യുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. പിന്നെ പിന്നെ ഇത് വളരെ ചില കാര്യങ്ങൾ എനിക്ക് അത്ഭുതം തോന്നുന്നത്, നമ്മൾ അവിടെ ലൈബ്രറിയിൽ പോകണമെങ്കിലും അല്ലെങ്കിൽ അവിടെ ഒരു ക്ലാസ് റൂമിൽ ഷൂട്ട് ചെയ്യണമെങ്കിലും നമ്മൾ ടൈം വെച്ചിട്ട് നമ്മൾ പെർമിഷൻ വാങ്ങിയിട്ട് വേണം പിന്നെ നമ്മളവിടെ പോകേണ്ടത്. അവിടെ പെർമിഷൻ ഇല്ലാതെ ലൈബ്രറി കയറാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ കയറാൻ പറ്റത്തില്ല. നമ്മൾ കറക്റ്റ് ടൈമിൽ ആണ് എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും ചോദിക്കുന്നതാണ് വിദ്യാർത്ഥി സംഘടനകളാണോ അതോ അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ ഭാഗത്തു നിന്നാണോ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ നമ്മൾ സാങ്ഷൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെല്ലാവരും സഹകരിക്കാറാണ് ഉണ്ടായിരുന്നത്. ആ കോളേജിൽ തന്നെ പഠിച്ച കുറച്ച് വിദ്യാർത്ഥികൾ ഇതിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവരെല്ലാം കോപ്പറേറ്റീവാണ്. പക്ഷേ എൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് അത്രയും സ്ട്രിക്റ്റായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നോക്കുന്ന ഒരു കോളേജിൽ ഇത് എങ്ങനെ സംഭവിച്ചു, ഇത് അവരറിഞ്ഞില്ലയോ, എങ്ങനെയാണ് ഇത് സംഭവിച്ചു? ഇപ്പോൾ നമ്മളെ പുറത്തുനിന്ന് വരുന്ന നമ്മളെ ഇങ്ങനെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ നടന്ന സംഭവങ്ങൾ എന്തുകൊണ്ട് അവർ കൃത്യമായി അറിഞ്ഞില്ല എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ അറിഞ്ഞിട്ടാണോ എന്നുള്ള ചോദ്യം എനിക്കിപ്പോഴും അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അത് ഞാൻ ചോദിക്കുന്നത്, ഈ സിദ്ധാർത്ഥിൻ്റെ മരണം അറിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ട് അവിടെ ഷൂട്ട് ചെയ്ത് ഒരു ടീം ക്രൂ എന്ന രീതിയിൽ നിങ്ങൾക്കിടയിലും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്ന രീതിയിലും അവിടെ ഒരു ചർച്ച ഉണ്ടായി കാണുമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ എന്താണ് ടീമിലുള്ളവർക്ക് എന്താണ് ഈ കോളേജിൻ്റെ ഉള്ളവരുടെ പറ്റിയുള്ള അഭിപ്രായവും, അല്ലെങ്കിൽ ക്യാമ്പസിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾ ഷൂട്ട് ചെയ്ത് 14 ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു, 2 ആഴ്ചത്തോളം അവിടെ ഉണ്ടായിരുന്നവരും കൂടിയാണ്. പക്ഷേ സ്ട്രിക്റ്റായിട്ട് നടക്കുന്ന ഒരു കോളേജായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. പക്ഷേ എനിക്ക് എൻ്റെ ഇപ്പോൾ മനസ്സിലും ഞങ്ങളുടെ എല്ലാവരും പറയുന്നത്, എല്ലാവരും അഭിപ്രായപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അറിയാതെ പോകാൻ വഴിയില്ല എന്നുള്ളതാണ്. കാര്യം അത്രത്തോളം പിന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ കണ്ണുകളിലെല്ലാം നമ്മുടെ അവിടെ നടക്കുന്ന സംഭവങ്ങൾ അറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്തായാലും നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മൾ പുറത്തുനിന്ന് പോകുന്ന ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കൃത്യമായിട്ട്
പെർമിഷൻ വാങ്ങാതെ ഞങ്ങൾക്ക് ഒരിടവും കയറാൻ പറ്റില്ലായിരുന്നു. ഞങ്ങളോടിട്ട് നന്നായിട്ട് സഹകരിച്ചു. കുട്ടികളും അതുപോലെ തന്നെയാണ് നന്നായിട്ട് സഹകരിച്ചു. പക്ഷേ അത്രയും ഒരു സിസ്റ്റം ഉള്ള അവിടെ ആരും അറിയാതെ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് അറിയാതെ ഇങ്ങനെ ഒരു 3 ദിവസം കെട്ടിയിട്ട് അടിക്കുക എന്നൊക്കെ പറയുന്നത് സംഭവ്യമാണ്. ഞാൻ അതാണ് ഞെട്ടി ചോദിക്കുന്നത്. കാരണം ലൈബ്രറി പോകുന്നതിന് ഒരു ടൈം കീപ്പിംഗ് വരെ ചോദിക്കുന്നെങ്കിൽ 3 ദിവസം ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഡീൻ ഉൾപ്പെടെയുള്ളവർ അറിയാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അസ്വാഭാവികത തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ അസ്വാഭാവികത തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ട്. പിന്നെ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഏരിയയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ ടാങ്കിൻ്റെ മുകളിൽ എന്ന് പറയുന്നതും പിന്നെ പാറയുടെ മുകളിൽ എന്നൊക്കെ പറയുന്നത് കോളേജുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അത് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസ് വാട്ടർ ടാങ്കിന്റെ മുകളിലാണ് ചെയ്തത്. അപ്പോൾ അവിടെ ചിലപ്പോൾ അവിടെയൊക്കെ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2-3 ആൾക്കാരൊക്കെ ആണെങ്കിൽ അറിയാതിരിക്കും. ഞങ്ങൾ ഹോസ്റ്റലിലും പിന്നെ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ അവിടെയും എനിക്കറിയില്ല, അറിയാതെ എനിക്ക് പറയാൻ ഞാൻ ആളല്ല. എങ്കിലും ഞാൻ അവിടെ നിങ്ങൾ 2 ആഴ്ചത്തോളം അവിടെ ക്യാമ്പസിലുള്ള എല്ലാ സ്ഥലങ്ങളും അതെ കണ്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കുമല്ലോ. അല്ലെങ്കിൽ സംഭവിക്കാവുന്നത് ഇത് കണ്ടിട്ടും പ്രതികരിക്കാൻ പറ്റാത്ത ഒരു വിഭാഗമായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് എനിക്കതിൽ പേടിയുണ്ട്. ഇപ്പോൾ ഒരാളെ കുറേ പേര് ചേർന്ന് ഒരു തല്ലുന്നത് കണ്ടിട്ട് പ്രതികരിക്കാനോ അതോ വേണ്ടപ്പെട്ട ആൾക്കാരെ അറിഞ്ഞില്ലെങ്കിൽ അവരെ അറിയിക്കാനോ തയ്യാറാവാത്ത ഒരു സമൂഹം എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട ഇത് തന്നെയാണ്. അത് ഭയപ്പെട്ടേ പറ്റും. അത് എന്തുകൊണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല. കാര്യം അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു അടിമത്തമാണ്. നമ്മളെ തന്നെ വിധേയമാക്കി കൊടുക്കുകയാണ്. ഇത് ഒരു വിഭാഗം എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഞങ്ങളങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നു. അത് ഭയാനകമാണ്, ഭീകരമാണ്. അതൊരിക്കലും അംഗീകരിക്കാനും പറ്റത്തില്ല. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷെ അത് വളരെയധികം ദയനീയമാണ് എന്നുള്ളതാണ്. ഈ കുറച്ച് പേര് താങ്കളോട് ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ കോളേജിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ എന്നൊരു തീരുമാനം എടുക്കുന്നതിൻ്റെ ആസ്പെക്ട് എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വയനാട് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭൂഭംഗിയുള്ള സ്ഥലമാണ്. അതിൻ്റെ ഒരു മലകളുമൊക്കെ. അപ്പോൾ അന്വേഷിച്ച ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മലകളൊക്കെ വരുന്ന ഒരു കോളേജാണ് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ വയനാട്ടിലെ ഒട്ടുമുക്കാൽ കോളേജുകളിൽ നമ്മൾ ലൊക്കേഷൻ നോക്കി ഒരു ഘട്ടത്തിൽ ഫസ്റ്റ് ഷോട്ട് കാണിക്കുന്നതിന് ഭയങ്കര രസമാണ്. ഏരിയൽ ഷോട്ട് കാണിക്കുന്നത് പറഞ്ഞുകൊണ്ട് തോന്നിയത്. നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ഇത് തന്നെയാണ് കോളേജ് എന്ന് ഉറപ്പിച്ചു. പിന്നെ നമ്മൾ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ സമീപിച്ചപ്പോഴും അവരും വളരെയധികം ഹാർദവമായിട്ട് വെൽക്കം ചെയ്തു. അപ്പോൾ എന്തായാലും തീരുമാനിച്ചു ഇത് തന്നെയാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ആ ലൊക്കേഷനിലേക്ക് നമ്മൾ വയനാട് എന്നുള്ളത് ആദ്യമേ ഫിക്സ്ഡ് ആയിരുന്നു. വയനാട് എന്നുള്ളത് ഫിക്സ് ചെയ്തത്. പിന്നെ നമ്മൾ തീരുമാനിച്ചത് ഈ ഫിലിമിൻ്റെ ഒരു 25% ലൊക്കേഷനും കോളേജാണ്. അപ്പോൾ ആപ്റ്റായിട്ടുള്ള ഒരു കോളേജ് നമുക്ക് ഇങ്ങനെ മലനിരകളും മഞ്ഞും എല്ലാമായിട്ടുള്ള ഒരു കോളേജ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വയനാട് നിന്ന് ഷിഫ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വയനാട് ഇറങ്ങുന്ന വഴിയിലാണ് ഇവിടെ ഒരു പൂക്കോട് ഒരു കോളേജുണ്ട്, പോയി നോക്കിയിട്ട് വരാമെന്ന് പറയുന്ന ലൊക്കേഷൻ മാനേജർ. അങ്ങനെ നമ്മൾ പൂക്കോടേക്ക് പോകുന്നത് കണ്ടപ്പോൾ തീരുമാനിച്ചു എന്തായാലും അവിടെ തന്നെയാണ്, ഇതാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് തീരുമാനിക്കുകയും ചെയ്തു. നമ്മൾ സംസാരിച്ചപ്പോൾ പിന്നെ കോളേജ് യൂണിയനും ഓക്കെയാണ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് എല്ലാവരും നല്ല സഹകരണമായിരുന്നു. കോളേജ് ഷൂട്ടിങ്ങിനൊന്നും യാതൊരു തടസ്സവും വന്നിട്ടില്ല. വളരെ നന്നായിട്ട് എല്ലാവരും സഹകരിച്ചു. ഈവൻ ഞാൻ പറയുകയാണെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ എല്ലാ സംഘടനകളും ഉൾപ്പെടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ദിവസത്തെ ഷൂട്ട് എന്ന് പറയുമ്പോൾ എന്തുമാത്രം പണത്തിൻ്റെയും ഒക്കെ ഇൻവോൾവാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് നടക്കുന്ന ഒരു ദിവസം ഒരു കോളേജ് വിദ്യാർത്ഥി അവിടെ നിന്ന് പിന്നെ വാഹനത്തിൽ പോകുമ്പോൾ കോമ്പൗണ്ടിനകത്ത് ക്യാമ്പസിനകത്ത് വെച്ച് വേറൊരു വാഹനം ഇടിച്ച് മരിച്ചു. അതും യാദർശികമായിട്ട് അതിൻ്റെ സാമ്യം എങ്ങനെയെന്നറിയില്ല. അതും നെടുമങ്ങാടുള്ള ഒരു പയ്യനാണ്. അന്ന് മരിച്ചിട്ട് ആ കുട്ടിയുടെ ഡെഡ് ബോഡി കൊണ്ടുവരുന്ന ദിവസം പോലും പിന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് യൂണിയനും പറയുന്നത് ഞങ്ങൾ മെയിൻ ഹാളിലാണ് ഈ കുട്ടിയുടെ ഡെഡ് ബോഡി കൊണ്ടുവരുന്നത്,
നിങ്ങൾ അവിടെ ശല്യമില്ലാതെ നിങ്ങളുടെ ഈ ക്യാമ്പസിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഷൂട്ട് ചെയ്തോ എന്ന അനുവാദം തന്ന് നമ്മളവിടെ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത്രയും വേറൊരു കോളേജ് ചിലപ്പോൾ അത് പറയത്തില്ല, നിങ്ങൾ അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് മരണപ്പെട്ട ദിവസം ഷൂട്ട് ചെയ്യേണ്ടതെന്ന് പറയും. പക്ഷേ അത്രയും സഹകരണം, നിങ്ങൾ വേറൊരു സ്ഥലത്ത് നിങ്ങളുടെ അധ്വാനം നമുക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഷൂട്ടിങ് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വേറൊരിടത്തേക്ക് ഷൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സമൂഹവും അഡ്മിനിസ്ട്രേറ്റേഴ്സുമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടൽ തന്നെയാണ്. ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇങ്ങനെ സ്ട്രിക്റ്റ് ആവുകയാണെങ്കിൽ അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ഇമ്പോസിങ് കൂടി ആയിക്കോട്ടെ. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും നിശബ്ദരായി നിന്നിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനൊരു അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ ഒരു ഭാഗം കൂടി ആണെങ്കിലും എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുകയല്ലേ? അല്ല, അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ആണല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ സിനിമയിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിലുള്ള പ്രശ്നങ്ങളാവട്ടെ കാര്യങ്ങളൊക്കെ സംസാരിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെട്ടത് കൊണ്ടും ഇതും സംസാരിക്കണമെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ. അതെ, അതായത് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ പേടിച്ചിട്ടാണോ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷം വരുന്ന ഈ മർദ്ദക, ഞാൻ അവരെ വിദ്യാർത്ഥിയാണെന്ന് വിളിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, മർദ്ദകരുടെ പേടി, ഇതിനി നാളെ എനിക്കും പറ്റുമോ, ഞാൻ എൻ്റെ മുമ്പേ കാണുക, എന്നെ കൂടെ പഠിച്ച ഒരു വിദ്യാർത്ഥി എടുത്തിട്ട് ചവിട്ടുന്നത് അടിക്കുന്നത് ഞാൻ കാണുക, ഞാനിത് അഡ്മിനിസ്ട്രേറ്റേഴ്സിനോട് പറഞ്ഞാൽ എനിക്കിത് നാളെ വരുമോ എന്ന് പേടിക്കുന്ന ഒരു വിഭാഗം ആയി മാറിക്കഴിഞ്ഞുവെങ്കിൽ അത് വളരെ ക്രൂരമാണ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയണേ, പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ഈ കോളേജിൽ പിന്നെ ഇത്രയും ട്രാൻസ്പെറൻ്റായിട്ട് നടക്കുന്ന കോളേജിൽ 3 ദിവസമായിട്ടും അത് ഇങ്ങനെ ഒരു മർദ്ദനം നടന്നിട്ട് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു വീഴ്ച തന്നെ. അതെ, വീഴ്ച അല്ല അറിയണമല്ലോ. നമ്മൾ ലൈബ്രറി കയറുന്ന സമയം പോലും കൃത്യമായ എഴുതി കൊടുത്തിട്ട് പോകുന്ന അവസ്ഥയിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കോളേജിൽ പോയി കഴിഞ്ഞാൽ കോളേജിൻ്റെ ക്യാമ്പസിനകത്ത് കയറി കഴിഞ്ഞാൽ എന്തായാലും ഉത്തരവാദിത്വമുണ്ട്, അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഉത്തരവാദിത്വമുണ്ട്. അവിടെ എന്ത് നടന്നാലും അതിൻ്റെ ഒരു ഒരു നമ്മൾ നിയമത്തിൽ പറയുന്ന പോലെ ഒരു വികേരിയസ് ലയബിലിറ്റി അവർക്കും ഉണ്ട്. അപ്പോൾ അവർ അറിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു വീഴ്ചയാണ്. അറിഞ്ഞിട്ട് പിന്നെ നടപടി എടുത്തില്ല, അത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു വീഴ്ചയാണ്. അത് വീഴ്ചയല്ല, അതൊരു കുറ്റകൃത്യമാണ് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് അത് അറിയില്ല, അത് പറയാൻ ഞാൻ ആളുമല്ല, എങ്കിലും പറയുകയാണ്. ഒരു സിറ്റിസൺ, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ പ്രധാനപ്പെട്ടതായിട്ടും ഈ സിനിമ ഇപ്പം ഒരു 3-4 ദിവസമായി ഈ സിനിമ ഇപ്പോൾ കുടുംബ പ്രേക്ഷകർ സ്വീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നു. ഇതിൻ്റെ ഈ കഥ ഇപ്പം നിർമ്മാതാവും താങ്കളും കൂടിയാണല്ലോ ഇപ്പോൾ ഈ കഥയും തിരക്കഥയും ഒരുമിച്ചാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വിഷയങ്ങൾ വരുമ്പോഴേക്കും അത് ഒന്നാമത് ചെയ്യുന്നൊരു കമേഴ്ഷ്യൽ സിനിമയും കൂടിയാണ്, ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. അപ്പോൾ അതിലേക്ക് ഈ വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങളിൽ വരുമ്പോഴേക്കും അതിൻ്റെ കമേഴ്ഷ്യൽ എലിമെൻറ്റ് നഷ്ടപ്പെടരുത് എന്നുള്ളൊരു തീരുമാനം എപ്പോഴും ഈ റൈറ്റിംഗ് പ്രോസസ്സിലുണ്ടായിരുന്നു. അതിൽ 2 കാര്യമാണ്. ഇപ്പോൾ നിർമ്മാതാവായ ശശി സാറായാലും എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ നിന്നും പണം വാരുക അല്ലെങ്കിൽ ലാഭം കൊയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ അല്ല ശശി സാറും വന്നത്. ശശി സാറും എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾ, നമുക്ക് സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു ഫീൽ ഗുഡായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതിലൊരു നമ്മളൊരു ഇഷ്യൂവിന് അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ ആൾക്കാർ കാണാൻ പഠിക്കും. അപ്പോൾ എന്താ പറയുക, ഈ കൊച്ചുകുട്ടികൾക്ക് ഗുളിക കൊടുക്കുമ്പോൾ പഴത്തിനകത്ത് വെച്ച് കൊടുക്കുന്നത് പോലെ എൻ്റർടൈൻമെൻറ്റ് കലർത്തി നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ള ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇങ്ങനെയുള്ള നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ പാട്ടിൻ്റെയും എല്ലാ മേമ്പൊടിയുടെ ഒരു കുടുംബത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ മെയിൻ കഥാപാത്രം നന്ദിനി, അവരുടെ പിന്നെ അവർ പഠിക്കുന്ന സ്ഥലം, നമ്മളിപ്പോൾ എന്താ പറയുക, ജോലി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് പഠിക്കുന്ന സ്ഥലം, പിന്നെ അവരുടെ കുടുംബം, പിന്നെ അവരുടെ സമൂഹം, അവരിറങ്ങുന്ന സമൂഹം. അപ്പോൾ അവിടെയെല്ലാം ഉണ്ടാകുന്ന പ്രതിഫലനങ്ങൾ എന്നുള്ള നിലയ്ക്ക് നേരിയ പ്രതിഫലനങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് സമൂഹം കാണണം. ഇതിപ്പോൾ നമ്മൾ
പലപ്പോഴും എടുത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല, നമ്മൾ പലപ്പോഴും അറിയാനും ശ്രമിക്കാറില്ല. പക്ഷെ മറ്റൊരാൾ പറയപ്പോഴാണ് അല്ലെങ്കിൽ എടുത്ത് കാണിച്ചു കൊടുക്കപ്പോഴാണ് ഇങ്ങനെയാണ് കാര്യം എന്ന് പറയുന്നത്. ആ ഒരു ഇത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ നടക്കുന്നു, സമൂഹത്തിൽ നടക്കുന്നു, ഇതാണ് എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമമാണ്. അത് ആൾക്കാരെ കാണണം, എല്ലാവരും കാണണം എന്നുള്ളത് കൊണ്ട് എൻ്റർടൈൻമെൻറ്റ് നമ്മൾ ചേർത്തു എന്നുള്ളതാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ സിനിമയുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കാം. എങ്ങനെയാണ് ഇപ്പം പൈസ വാരുക എന്നുള്ള അല്ല ലക്ഷ്യം ഞാൻ പറഞ്ഞു. ഞാൻ അതിൻ്റെ കളക്ഷൻ വൈസ് അല്ല ഞാൻ ചോദിക്കുന്നത്. സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് എത്രമാത്രം തൃപ്തനാണ് താങ്കൾ? എങ്ങനെയായിരിക്കാം ഈ സിനിമ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളൊരു എന്തെങ്കിലും ചിന്ത എന്തെങ്കിലും ഉണ്ടോ വരും ദിവസങ്ങളിലൊക്കെ? നമ്മൾ ഇത് കുടുംബ പ്രേക്ഷകരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ പലരും പറഞ്ഞ് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഇന്നലെ കുറേ അമ്മമാർ, അതായത് ഒരു 70 വയസ്സിന് ശേഷമുള്ള അമ്മമാർ പോയി കണ്ടിട്ട് അവർ അവിടെ നിന്ന് സ്റ്റുഡിയോ നമ്മുടെ തിയേറ്റർ മാനേജറെ കൊണ്ട് വീഡിയോ എടുത്ത് അയച്ചു തന്നു. അപ്പോൾ എല്ലാവരെയും കാണിക്കണം, മക്കളെയൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് പ്രേക്ഷകർ കൂടി വരുന്നുണ്ട്. നമ്മൾ ഡെയിലി റിപ്പോർട്ട് നോക്കുമ്പോഴും ഫാമിലി ഓഡിയൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഫിലിമിൻ്റെ ഒരു റിപ്പോർട്ട് കണ്ടിട്ടാവാം യു കെ റിലീസ് ഒരു ഏജൻസി വാങ്ങി അവർ 35 തിയേറ്ററിലേക്ക്, യു കെയിലെ 35 തിയേറ്ററിൽ 8-ാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ GCCയിലെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വൈഡായിട്ട് ആൾക്കാർ അറിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യം കുറേ നാളായിട്ട് എനിക്ക് തോന്നുന്നു. ഈ അടുത്ത കാലത്ത് ഒരു കൊമേഴ്സ്യൽ ഫിലിമിൽ സാമൂഹിക വിഷയങ്ങൾ ചർച്ച ചെയ്തത് എനിക്ക് തോന്നുന്നു കാതലാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഒരു സാമൂഹിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ള നിലയിലേക്ക് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് വരും ആഴ്ചകളിലും നമുക്ക് കൂടുതൽ പ്രേക്ഷകരുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഒത്തിരി സന്തോഷം. നന്ദി. മുന്നോട്ട് പോട്ടെ. താങ്ക് യു.